മലയാള സിനിമ മാറി എന്നുള്ളത്. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് ഈ മാറ്റം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് നോൺ ലീനിയർ ആയിട്ട് കഥ പറയാൻ ശ്രമിക്കുകയും ഒരു അത്യാവശ്യം സോഷ്യൽ കമന്ററിയും പിന്നെ സസ്പെൻസ് നിറഞ്ഞ ഒരു എലമെന്റുകളും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. പിന്നെ അതിന് അങ്കമാലി ഡയറീസ്, അതിനോടൊപ്പം അങ്കമാലി ഡയറീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കൽ പോർക്ക് സെല്ലറിന്റെ ഒരു ലൈഫാണ്. അപ്പോൾ അതിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹീറോ ആർക്കിടൈപ്പിനെ അത് പൊളിച്ചെഴുതിയിട്ട് കുറച്ച് കൂട്ടുകാരോടൊക്കെ ഇച്ചിരി അടിപിടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്നത്. അതിലെ ഹീറോ വളരെ ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോ ആർക്കിടൈപ്പിനെ പൊളിച്ചെഴുതാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിയൂസു, അപ്പോൾ ഒരു സിനിമ നമുക്ക് ഒരു ഷൂട്ടിംഗ്, ഒരു ഗ്രാൻഡ് ഷൂട്ടിംഗ് നറേറ്റീവ് വേണം, ഒരു വലിയ ഷൂട്ടിംഗ് അപ്പാരറ്റസ്, ഇതൊന്നും ആവശ്യമില്ല എന്നും ഒരു നല്ലൊരു റെസൊല്യൂഷനുള്ള ഒരു ക്യാം ഉണ്ടെങ്കിൽ ഒരു സിനിമ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ